ഡച്ചുകാരുടെ ഭരണകാലത്ത് ഡച്ച് ഗവർണർ ഡോക്ടർ വാൻഡ്രിഡിൻ്റെ പ്രത്യേക അനുവാദത്തോടെ പ്രശസ്ത ഇറ്റാലിയൻ മിഷണറി ഫാദർ മത്തേവൂസ് പാതിരി 1673 സ്ഥാപിച്ച ചാത്യാത്ത് കർമ്മല മാതാ ഇടവകയുടെ ഭാഗമായിരുന്നു വടുതല പ്രദേശം. കർമ്മലിത്ത മിഷണറിമാർ വടുതലയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ നാമത്തിൽ ഒരു കപ്പേള സ്ഥാപിച്ചു. എല്ലാ ദിവസവും പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിൽ സമീപവാസികൾ കപ്പേളയിൽ വന്ന് എണ്ണവിളക്കുകൾ കൊളുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ചൊവ്വാഴ്ചകളിൽ പാൽച്ചോറും നേർച്ചക്കഞ്ഞിയും നൽകിയിരുന്നു. ഇതാണ് കേരളത്തിൽ വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേനയുടെയും നേർച്ചക്കഞ്ഞിയുടെയും ആരംഭം. 1931 ജനുവരി 5 ഇപ്പോഴത്തെ പള്ളിയുടെ ആശീർവാദ കർമ്മം അവസാനത്തെ വിദേശ കർമ്മലിത്ത മെത്രാപ്പോലീത്ത ഡോക്ടർ ഏഞ്ചൽ മേരി നിർവഹിച്ച് പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തു. 1946 ജൂലൈ 22 പ്രഥമ വികാരി ഫാദർ ജോസഫ് പള്ളത്തുശ്ശേരി വിശുദ്ധൻ്റെ ജീവചരിത്രം അടങ്ങുന്ന നൊവേന പുസ്തകം പ്രസിദ്ധീകരിച്ചു. കപ്പേളിയിൽ പ്രതിഷ്ഠിച്ചിരുന്നത് വിശുദ്ധൻ്റെ ചിത്രമായിരുന്നു. പുതിയ പള്ളിയിൽ പ്രതിഷ്ഠിക്കുവാനുള്ള വിശുദ്ധൻ്റെ പ്രതിമ ചാത്യാത്ത് പള്ളിയിൽ നിന്നും വൻ ജനാവലിയുടെ അകമ്പടിയോടെ സാഘോഷം എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് വടുതല പള്ളിയിൽ പ്രതിഷ്ഠിച്ചു. നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടുവാൻ ജാതി മതഭേദമന്യേ സ്വദേശത്തു നിന്നും ദൂരദേശത്തു നിന്നും ജനങ്ങൾ പള്ളിയിൽ തടിച്ചുകൂടി. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വാർത്ത നാടെങ്ങും പരന്നു. ഈ പള്ളി വിശുദ്ധൻ്റെ ഒരു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായി വളർന്നു. ഇവിടെ നിന്നാണ് വിശുദ്ധനോടുള്ള നൊവേന ഭക്തി കേരളത്തിലെങ്ങും വ്യാപിച്ചത്. വേറിട്ട ചരിത്രം രചിച്ച വിശുദ്ധ അന്തോണീസ് പ്രധാനമായും 5 കാര്യങ്ങളിൽ അത്ഭുതകരമായി വേറിട്ട് നിൽക്കുന്നു. 1. ക്രിസ്തുവിൻ്റെ ഉറ്റ കൂട്ടുകാരനായി വളർന്നു കഴിഞ്ഞിരുന്ന വിശുദ്ധ അന്തോണീസ് 5-ാം വയസ്സിൽ തന്നെ അത്ഭുതം ചെയ്ത് മാതാപിതാക്കളെയും കേട്ടവരെയും വിസ്മയിപ്പിച്ചു. കുടുംബവക ഗോതമ്പ് വയലിൽ വിളവ് തിന്നുവാൻ വന്നിരുന്ന പക്ഷികളെ ഓടിക്കുവാൻ പിതാവും മകനും പോകുമായിരുന്നു. ഒരു ദിവസം പക്ഷികളെ നോക്കുവാൻ മകനെ ഏൽപ്പിച്ചിട്ട് പിതാവ് തൻ്റെ ഒരു സുഹൃത്തിനെ കാണുവാൻ പോയി. പിതാവ് തിരിച്ചു വന്നപ്പോൾ മകനെ കാണാനില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന മകൻ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഈശോയെ കാണാൻ അടുത്ത പള്ളിയിൽ പോയതാണ്. നോക്കൂ, എല്ലാ പക്ഷികളും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. മകൻ പറഞ്ഞത് സത്യമാണെന്ന് പിതാവ് തിരിച്ചറിഞ്ഞു. മകൻ ചെയ്ത ഈ അത്ഭുതം മാതാപിതാക്കളുടെ കണ്ണ് തുറപ്പിച്ചു. 2. വിശുദ്ധൻ്റെ പ്രതിമകളിൽ പ്രാർത്ഥനാ പുസ്തകത്തിൽ ആണ് ഈശോ ഇരിക്കുന്നത്. വിശുദ്ധൻ ദിനംതോറും ചൊല്ലുന്ന യാമപ്രാർത്ഥനകളുടെ പുസ്തകമാണത്. യാമപ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ഈശോ വിശുദ്ധൻ്റെ അടുക്കൽ വരുമായിരുന്നു. വിശുദ്ധൻ്റെ പ്രാർത്ഥനകൾ ഈശോ കേൾക്കും. 3. ക്രിസ്തു പ്രവർത്തിക്കാത്ത ബൈലൊക്കേഷൻ എന്ന അത്ഭുതം വിശുദ്ധ അന്തോണീസ് ചെയ്തിട്ടുണ്ട്. ഒരേ സമയത്ത് 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് 2 വ്യത്യസ്ത പ്രവൃത്തികൾ ചെയ്യുക. ഇതാണ് ബൈലൊക്കേഷൻ. വിശുദ്ധൻ 2 പള്ളികളിൽ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെട്ട് 2 വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. 4. അന്തരിച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് സഭ ഒരു വിശ്വാസിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. വിശുദ്ധ അന്തോണീസ് അന്തരിച്ച് 11 മാസം കഴിഞ്ഞപ്പോൾ ഗ്രിഗറി 9 പാപ്പ അൾത്താര വണക്കത്തിനായി വിശുദ്ധനെ ഉയർത്തി. കാരണം നിരവധി അസാധാരണ അത്ഭുതങ്ങളാണ് വിശുദ്ധൻ ചെയ്തുകൊണ്ടിരുന്നത്. 5. വിശുദ്ധൻ്റെ നാവ് ഇന്നും പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ ബസിലിക്ക പള്ളിയിൽ അഴുകാതിരിക്കുന്നു. വിശുദ്ധ അന്തോണീസ് ഒട്ടേറെ
ദൈവസ്തുതിഗീതികൾ പാടിയതിന് ദൈവം നൽകിയ അത്ഭുത കാഴ്ചയാണിത്. ഈ അത്ഭുത കാഴ്ച കണ്ട് അനുഗ്രഹങ്ങൾ യാചിക്കുവാൻ ജനലക്ഷങ്ങളാണ് ഇവിടെ വന്നുകൂടുന്നത്. അത്ഭുത കിണർ. പള്ളിയുടെ മുന്നിൽ തെക്കുഭാഗത്തായി വളരെ പഴക്കമുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. ഇപ്പോൾ കെട്ടിസൂക്ഷിച്ചിരിക്കുന്ന ഈ അത്ഭുത കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കുന്നവർക്ക് ശാരീരിക രോഗങ്ങൾ അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നതിന് സാക്ഷ്യങ്ങൾ നിരവധിയാണ്. നേർച്ചക്കഞ്ഞി. എല്ലാ ചൊവ്വാഴ്ചയും 11 മണിക്കുള്ള നൊവേന കഴിഞ്ഞ് നേർച്ചക്കഞ്ഞി വിളമ്പുന്നു. വിശ്വാസത്തോടെ കഴിക്കുന്നവർക്ക് അത്ഭുത രോഗശാന്തി ലഭിക്കുന്നുണ്ട്. തിരുനാൾ ദിനങ്ങൾ. ഞായറാഴ്ചയാണെങ്കിൽ ജൂൺ 13-ാം തീയതിയും അല്ലെങ്കിൽ 13-ാം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയും വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. തിരുനാൾ ഞായറാഴ്ചക്ക് മുമ്പുള്ള ചൊവ്വാഴ്ച തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിക്കും. തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള 9 ദിനങ്ങൾ തിരുനാളിനൊരുക്കമായുള്ള പ്രത്യേക ദിവ്യബലിയും നൊവേനയും നടത്തിവരുന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുവാനായി ഇവിടെ വരുന്നത്. കേരളത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേന പ്രാർത്ഥന ആദ്യമായി ആരംഭിക്കുകയും വിശുദ്ധൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന വടുതല വിശുദ്ധ അന്തോണീസിൻ്റെ പള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.